ഹായ് കൂട്ടുകാരെ, അച്ചൂസ് വ്ളോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ എൻ്റെ കൃഷിയിടവും പിന്നെ അതിൽ കൃഷി ചെയ്തിരിക്കുന്ന കുറച്ച് ഐറ്റംസും ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാം. ബാക്കിയുള്ളത് പിന്നീട് കാണിക്കാം. ഇത് നഴ്സറിയിൽ നിന്ന് വാങ്ങി വെച്ച ഒരു മുന്തിരിയാണ്. അപ്പോൾ ഇതിൽ 2ാം വർഷം തന്നെ കാ പിടിച്ചിട്ടുണ്ട്. നിറയെ കായുണ്ട്. കണ്ടോ, നിറയെ കായുണ്ട്. നല്ല പുഷ്ടിയായിട്ട് വളരുന്നുണ്ട്. കണ്ടോ, ഇത് നഴ്സറിയിൽ നിന്ന് വാങ്ങി വെച്ച ഒരു സപ്പോട്ടയാണ്. ഇതിലും കായ പിടിച്ചിട്ടുണ്ട്. കായ പിടിച്ച് വരുന്നുണ്ട്. കായായി വരുന്നുണ്ട്. 3 കായുണ്ട്. പിന്നെ ഇവിടെ മുട്ടുണ്ട്. ചെറിയ തൈയാണ്. ഇത് വിയറ്റ്നാം എയർലി റെഡാണ്. ഇത് നഴ്സറിയിൽ നിന്ന് വാങ്ങിയതാണ്. നല്ല പുഷ്ടിയായിട്ട് വളരുന്നുണ്ട്. ഇത് അടുത്ത വർഷത്തേക്ക് കാ പിടിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. 2 വർഷം കൊണ്ട് 1.5 വർഷം കൊണ്ടൊക്കെ കായ്ക്കുമെന്നാണ് അവർ പറഞ്ഞത്. ഇത് വിയറ്റ്നാം സാദയാണ്. ഇത് നല്ല പുഷ്ടിയായിട്ടുള്ള തൈയാണ്. ഇത് ഏകദേശം ഒരു 5 അടിയോളം ഹൈറ്റായി. ഇതും അടുത്ത വർഷം കാ പിടിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് തായ്വാൻ്റെ ഒരു പിങ്കനത്തിൽപ്പെട്ട പേരയാണ്. ഇതിലും മുട്ടായി തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, 7-8 മുട്ടുണ്ട് ഇതിലും. ഇത് റംബൂട്ടാൻ NIT. ഇത് ഏകദേശം ഒരു 6 അടി ഹൈറ്റോളമായി. 6.5 അടിയോളം ഹൈറ്റായി. കായ്ച്ചിട്ടില്ല. അടുത്ത വർഷത്തേക്ക് കായ പിടിക്കുമെന്ന് തോന്നുന്നു. നല്ല പുഷ്ടിയായിട്ട് വളരുന്നുണ്ട്. കണ്ടോ, ഇത് ഞാൻ പ്രൂൺ ചെയ്തായിരുന്നു. അതാണ് ഇത്ര പുഷ്ടിയായിട്ട് വളരുന്നത്. ഇത് ചാമ്പയാണ്. ഏത് ഇനത്തിൽപ്പെട്ടതെന്ന് എനിക്കറിയില്ല. പക്ഷെ കാ പിടിച്ചതാണ്. കഴിഞ്ഞ പ്രാവശ്യം കായ ഉണ്ടായി. റെഡാണ്. നല്ല മധുരമുള്ള കായാണ്. നല്ല പുഷ്ടിയായിട്ട് വളരുന്നുണ്ട്. മെയിനായിട്ട് ഇതിനെല്ലാത്തിനും ഞാൻ കൊടുക്കുന്നത് ചാണകപ്പൊടി ആണ് മെയിനായിട്ട് കൊടുക്കുന്നത്. പിന്നെ ഇത് നട്ടപ്പോൾ എല്ലുപൊടി, വേപ്പൻ പിണ്ണാക്ക് അങ്ങനെയുള്ള മിശ്രിതം ചേർത്തായിരുന്നു. ഇത് ഏകദേശം ഒരു 6 അടി പൊക്കമായി. കടവണ്ണം ഇത്രയേ ഉള്ളൂ. പക്ഷെ കായ ആയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. ഇത് നഴ്സറിയിൽ നിന്ന് വാങ്ങിയ ഒരു പേരയാണ്. ഏത് ഇനമാണെന്ന് എനിക്കറിയില്ല. ഇതിലും മുട്ടായി തുടങ്ങി. 10-14 മുട്ടോളം ഇതിലുണ്ട്. കണ്ടോ, ചെറിയ തൈയാണ്. 2.5 അടി പൊക്കം ആയതേ ഉള്ളൂ. കടവണ്ണം കണ്ടാൽ അറിയാം. ചെറിയ തൈയാണ്. പക്ഷെ കായ ആയിട്ടുണ്ട്. നിറയെ മുട്ട ആയിട്ടുണ്ട്. ഇത് മണ്ണിലിളക്കി വെച്ചില്ലായിരുന്നു ഞാൻ. അപ്പോൾ ഇത് മണ്ണിലിളക്കി വെക്കണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ 2ാം ഭാഗം അടുത്ത വീഡിയോയുമായി കാണാം.